ഇങ്ങനെയൊക്കെ വന്നപ്പോഴേ അണ്ണാ രാവിലെ എങ്ങോട്ട് പോകണം കുറ്റിയും പറിച്ചോണ്ട്? ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോണു. ഇന്നലെ രാത്രി ഞാനും ഭാര്യയായിട്ട് വന്ന സമയത്ത് ഒരു KSRTC ബസ് ഇടിച്ചില്ലെന്ന് പറഞ്ഞു പോയി. അതിന് നിങ്ങൾ രാവിലെ എവിടെ പോണത്? എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം, കേസ് കൊടുക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകണം എന്തിന്? നമ്മളെ വേറെ ഏതായാലും വണ്ടി തടഞ്ഞു നിർത്തി 2 പള്ളി വിളിച്ചാൽ പോരാ. എടാ അത് മേയറടാ, നമ്മള് സാധാരണക്കാര് നിക്കറ് കയറി പോവും. മേയർക്ക് വിളിക്കാമെങ്കിൽ സാധാരണക്കാർക്കും വിളിക്കാം. അതിന് വഴിയുണ്ട്. നിനക്ക് ഡ്രൈവറെ കണ്ടറിയാമോ? ഡ്രൈവറെ മുഖം ഓർമ്മയില്ല. വണ്ടി നമ്പർ അറിയാമോ? നമ്പർ അറിയാം. നമ്പർ KL 23 2554. കറക്റ്റ് ആണല്ലോ. അതാ 54 34. എന്തായാലും ചുവന്ന വണ്ടിയാണ്, KSRTC ബസ്സാണ്, ഇതറിയാം. നിങ്ങൾ വല്ലതും അറിഞ്ഞിട്ട് തന്നെ സ്റ്റേഷനിലോട്ട് പോകണം. എന്നാ നിങ്ങൾ ചുമ്മാ ഇരിക്കണം. ചുമ്മാ ആവശ്യമില്ലാതെ ഗ്യാസിൻ്റെയും വെള്ളത്തിൻ്റെയും പിറകെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ബാക്കിൽ നിന്ന് ഒരുപാട് തൊല്ലയാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതാണ് അടപ്പളവും. അണ്ണാ എൻ്റെ ചിറ്റപ്പൻ്റെ കാര്യം നോക്കി നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഒരു കിഴങ്ങനായിരുന്നു. അങ്ങേര് പിന്നെ KSRTC ഡ്രൈവറാണ്. പിന്നെ പാർട്ടി പിട്ടുപാടൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങേര് രക്ഷപ്പെട്ടു പോയി. ഓ മറ്റേ അങ്ങനെയല്ലേ? എനിക്ക് അറിയാം. ആ മറ്റേ കിഴങ്ങൻ തന്നെ, അവനറിയാം കാര്യം. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. എനിക്ക് ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റും. ഞാനൊരു വഴി പറയാം കേട്ടോ. എനിക്ക് എന്തായാലും വണ്ടി നമ്പർ അറിയാം. നീ ഒരു കാര്യം ചെയ്യും, നാളെ ആ റൂട്ട് നിന്റെ ഭാര്യയും കൊണ്ട് പോകണം. ഭാര്യയും കൊണ്ട് വണ്ടി ബ്ലോക്ക് ചെയ്യണം. ബ്ലോക്ക് ചെയ്ത് നീ ചീത്ത വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. അത് വേണോ? അതാണ് അത് കുഴപ്പമെന്ത് പോകും. അതൊക്കെ കേസാവൂലേ? ഒരു കേസ് ആവില്ല. അതെന്തെങ്കിലും പറയണമെങ്കിൽ ഡ്രൈവർ പ്രത്യേക ആക്ഷൻ കാണിച്ചെന്നൊക്കെ പറഞ്ഞാൽ മതി. എന്നാ ശരിയണ്ണ, അങ്ങനെ തന്നെ ചെയ്യാം. പോട്ടാ പിന്നെ. ശരി നൈസിൽ അങ്ങനെ അകത്താക്കുള്ള എല്ലാ വഴിയും പറഞ്ഞു കൊടുത്തല്ലേ. നമ്മളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ.